സോ ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നതെന്ന് പറയുന്നത് ഗ്രാനി 3 ആയിട്ടാണ്. സോ നമ്മൾ ഗ്രാനി 1 കളിച്ചു, 2 കളിച്ചു, ഇനി നമ്മൾ 3യിലേക്ക് വന്നേക്കാണ്. ഇനി 4 ഒക്കെ നമ്മൾ എത്രയും പെട്ടെന്ന് ഗ്രാനി 3 കംപ്ലീറ്റ് ആകുന്നതായിരിക്കും. ഗ്രാനി 1 ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു. ഗ്രാനി 2 കംപ്ലീറ്റ് ചെയ്യാൻ ഗ്രാനി 2 ഒരു എസ്കേപ്പ് നടത്തുള്ളൂ, അത് ഫ്രണ്ട് ഡോർ എസ്കേപ്പ് ആയിരുന്നു. ബാക്കി എസ്കേപ്പ് നടത്താൻ കുറച്ച് പാടാണ്. നിങ്ങൾ കമൻറ്റ് ചെയ്താൽ ഞാൻ ഉറപ്പായിട്ട് ചെയ്യുന്നതായിരിക്കും. ഗ്രാനി 2 കംപ്ലീറ്റ് ചെയ്യും, നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗൈസ്. അപ്പോൾ ഗ്രാനി 3യിൽ 3 ആൾക്കാരാണുള്ളത്, സ്ലെൻഡറിന, ഗ്രാനി, ഗ്രാൻഡ് പാ ഗൈസ്. പിന്നെ നമുക്ക് 200 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, നിങ്ങളുടെ സപ്പോർട്ട് വരണം. അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഇതുപോലെ കിട്ടുവാണെങ്കിൽ നമുക്ക് നേരെ 1K സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താം. പ്ലേ കൊടുത്തു. സ്ലെൻഡറിന ഉണ്ട്. നമുക്ക് ഇൻട്രോ ഒക്കെ ഉണ്ടല്ലോ ഇതിനകത്ത്, നമുക്ക് നോക്കാം ഇൻട്രോ എന്താണെന്ന്. ലോഡിങ് സ്ക്രീനാണുള്ളത് മൊത്തം. ഓ, ഇതെനിക്ക് മനസ്സിലായി ഗൈസ്. ഇതെന്താ സംഭവം എന്നറിയോ? ഇതിപ്പോൾ സമയം ഒരു രാവിലെ 6 മണിയായി കാണും. നമ്മുടെ അമ്മ നമ്മളെ പാല് മേടിക്കാൻ വേണ്ടി നമ്മളെ കടയിലേക്ക് പറഞ്ഞു വിട്ടതാണ്. നമ്മൾ ആ സമയത്ത് ഒരു കൊട്ടാരം കണ്ടു. ആ കൊട്ടാരത്തിലേക്ക് നമ്മൾ അറിയാതെ കയറിപ്പോയി. അപ്പോൾ ഗേറ്റ് അടഞ്ഞു. അപ്പോൾ നമ്മൾ വിചാരിച്ചു, ഓ, നമ്മൾ ഇന്ന് ഇവിടെയാണ് സ്റ്റേ ചെയ്യാൻ പോകുന്നത്, ഇവിടെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്നെ പ്രാങ്ക് ചെയ്യുമായിരിക്കും എന്ന് നമ്മൾ കരുതി. നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഒന്നും മരമില്ല, ബട്ട് ഇല വീഴുന്നുണ്ട്. പിന്നെ നമ്മളിത് നോക്കുമ്പോൾ തിരിഞ്ഞു നോക്കുന്നു, പാലം പൊങ്ങി. ഓ, വളരെ പിന്നെ ഇവിടെ ഒരു കാറ് കിടക്കുന്നു. അപ്പം നമ്മുടെ ഫ്രണ്ട്സ് വന്ന കാറാണെന്ന് നമുക്ക് മനസ്സിലായി. നമ്മൾ എന്നിട്ട് ഈ കൊട്ടാരത്തിലേക്കൊന്ന് കയറിയപ്പോൾ അവിടെ വെൽക്കം എഴുതി വെച്ചേക്കുന്നു. കഥക്ക് തുറക്കാൻ നമ്മൾ പോകുമ്പോൾ നമ്മുടെ പുറകിൽ അപ്പൂപ്പൻ. ഹായ് ഗ്രാൻഡ് പാ. അങ്ങനെ നമ്മുടെ അപ്പൂപ്പൻ നമ്മളെ പ്രാങ്കി. അപ്പോൾ നമ്മളത് ഡേ 1 ആരംഭിക്കാൻ പോവാണ്. ഇതാണ് അവിടെ നടന്നു. ഓക്കെ, ഡേ 1. ഇനി നമുക്ക് നേരെ കിടക്കാം. ഇതാ നമ്മളിവിടെ എത്തി. ഇത് ഞാൻ തുറക്കാത്ത അതെന്താ താഴെ കിടക്കുന്നത്? ഓ, ലോക്ക്. ഇത് ഇങ്ങനെ ആയിരുന്നല്ലേ, ഓർഡർ ടു പിക്ക് ദ ലോക്ക്. ഇത് ഇങ്ങനെ ആയിരുന്നു, ഞാൻ മറന്നുപോയി ഗൈസ്. പക്ഷെ ഞാനിത് മൊത്തത്തിൽ മറന്നു. ഇത് ഗ്രാനി 1 പോലെയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. കഴിഞ്ഞ വട്ടം ഞാൻ ഇവിടെ വന്നപ്പോൾ ഈ സ്റ്റെപ്പ് ഇറങ്ങി ഗ്രാൻഡ് പത വന്ന് ഒരു ഹായ് പറഞ്ഞിട്ടങ്ങ് പോയി. എൻ്റെ മോൻ സെറ്റപ്പ് വീട് ഏതല്ലേ വൈബ്. അയ്യോ, ഗ്രാനി നിൽക്കുന്നതാ, ഓടിക്കോ. എവിടെ പുറത്തേക്ക് ഇറങ്ങിയുള്ളൂ ഗ്രാനി. അയ്യോ, നമ്മളെ കാണല്ലേ. ഇതെന്താ ഗ്രാനി ഇങ്ങനെ സ്ലോ? എന്താ ഗ്രാനി സ്ലോ മോഷൻ അടിക്കുന്നത്? എന്നാൽ കുറച്ച് സ്പീഡിലൊക്കെ എന്നാ ഇറങ്ങി വന്നൂടെ? എന്താ മുതല? എൻ്റെ പൊന്നെ, എന്തൊക്കെയാണ് ഈ ഗെയിമില്. പണ്ട് ഞാൻ കളിച്ചപ്പോൾ ഇതൊന്നും ഞാൻ കണ്ടില്ലായിരുന്നല്ലോ. ഡേ 2 എത്ര പെട്ടെന്നാണ് ഡേ 2 ആയേ. ഞാൻ നോക്കിയപ്പോൾ പുറത്തൊരാൾ എന്താ കാത്തിരിക്കുക, ആരെയാ നോക്കിയിട്ട് കാത്തിരിക്കുക. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ഞാൻ നോക്കിയപ്പോൾ അതേ ഗ്രാനിനെ പിടിക്കാൻ വരുന്നു. എന്തൊക്കെയാണ് ഗെയിമിനകത്ത് നടക്കുന്നത്? ഇനി ഇവിടെ ഈ കഥ തുറന്നു. ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഗൈസ്, ദേ TV. ഇതെനിക്ക് മനസ്സിലായി എന്താ സംഭവം എന്ന്. ഗ്രാനി ഇവിടെ ഇരുന്നിട്ട് ഗ്രാനി സീരിയൽ കാണാൻ വേണ്ടി എടുത്തേക്കുന്ന TV. അതാ ഇത്ര സെറ്റപ്പ്. അയ്യോ, അപ്പാപ്പൻ. അപ്പാപ്പ ഗുഡ് മോർണിംഗ്. സോറി അപ്പാപ്പ, ഇത് ഗുഡ് നൈറ്റാണ്. രണ്ടുപേരും പോയിട്ടുണ്ട്. നമുക്ക് നേഴ്സിന് മേളിലേക്ക് അങ്ങ് പോവാം. ഇവിടെയൊക്കെ ഒന്ന് റിസർച്ച് ചെയ്യാം നമുക്ക്. ഇവിടെ എന്തുണ്ട്? ഇവിടെ ഒന്നുമില്ല. അവിടെ സ്ലെൻഡറിയ മാറുന്നത് എന്ത്? സ്ക്രീനിൽ നിന്ന് പോകുന്നില്ലല്ലോ ഇത്. സ്ലെൻഡറിനെ കണ്ടാൽ നമ്മളങ്ങനെ പേടിക്കുന്നില്ല. സ്ലെൻഡറിനൊക്കെ നമുക്ക് എന്ത്? നമ്മുടെ ക്യാച്ചിങ് അപ്പാപ്പൻ എൻ്റെ മാമ. ഇത് കുറച്ച് ടഫാണ് ഈ ഗെയിം കളിക്കാൻ.
നിങ്ങൾ വിചാരിക്കും എനിക്കിപ്പോൾ പേടിയാണെന്ന്. എന്നൊന്നുമില്ല, എനിക്ക് ഒരു പേടിയില്ല. ഇതുണ്ടല്ലേ, ഞാൻ എന്താ പുറത്തേക്കൊക്കെ അതെന്താ അവിടെ ഇരിക്കുന്നത് ഈ കാറിൽ? ഗൈസ് ഇതെന്താ വെപ്പൺ കിട്ടി മോനെ. ഇത് എന്ത് വെപ്പണാണെന്നൊക്കെ എനിക്കറിയാം. ഇത് മറ്റേ സ്ലിംഗ് ഷോട്ടാണ്. സ്ലിംഗ് ഷോട്ടാണ് എനിക്കറിയാം. സ്ലിംഗ് ഷോട്ട് ആയതുകൊണ്ട് നമുക്ക് കുറച്ച് സ്റ്റോൺ പറക്കേണ്ടി വരും. ദേടാ അപ്പം കയറി പോകുന്നു. ഓ അപ്പം മേളിലേക്ക് കയറിപ്പോയി. അമ്മേ ദേടാ ജസ്റ്റ് മിസ്. അത് ഗ്രാനി സീരിയൽ കാണാൻ പോകുന്നു. കണ്ട് പെട്ട് ഒളിച്ചോ. നമുക്കൊരു പ്രശ്നമില്ല, കാരണം നമ്മളെ കയ്യിൽ വെപ്പൺ കീ ഉണ്ട്. വെപ്പൺ കീ വെച്ചിട്ട് നമ്മൾ ആരായാലും നമ്മളങ്ങ് വീഴ്ത്തും. ഒരു കാര്യമായിപ്പോയാ. ഓക്കെ, സ്ലിംഗ് ഷോട്ട് കിട്ടി. ഗ്രാനി എവിടെയാണ് ട്രാപ്പിട്ടെ? ഇവിടെ. അയ്യോ ദേ അപ്പാപ്പൻ. ഓക്കെ കിട്ടി. അപ്പാപ്പന് ബോധം വരുമ്പോൾ ഷോർട്ട് ഗൺ വെച്ചൊന്ന് കൊടുക്കാം. ബോധം വരട്ടെ. ബോധം വാപ്പാ ഇരിക്കട്ടെ. ഫില്ല് ചെയ്തു. ഇതേ ഗ്രാനി വരുന്നു. അമ്മമ്മ എന്നാ ഐശ്വര്യമായിട്ട് ഇതങ്ങോട്ട് പിടിച്ചോ. അല്ലേ നമ്മുടെ അടുത്താണ് കളി. ആക്സിലേറ്റർ ഗൈസ് ഇതെനിക്കറിയാം. ട്രെയിനിൻ്റെ സംഭവമാണ്. ട്രെയിനിൻ്റെ സാധനം. ട്രെയിനും കൊണ്ട് ട്രെയിനിൽ ഉപകാരമായി സാധനം. ഈ ആക്സിലേറ്റർ ട്രെയിനിൻ്റെ സംഭവമാണ്. ഇതിവിടെ കിടന്നോട്ടെ. നമുക്ക് ഷോർട്ട് ഗൺ എടുക്കാം. ഇല്ലേ ഗ്രാൻഡ് പാ ഷോർട്ട് ഗൺ എടുക്കും. ഗ്രാൻഡ് പാ അങ്ങനത്തെ ഒരാളാണ്. ഗ്രാൻഡ് പാ ഷോർട്ട് ഗണ്ണൊക്കെ എടുക്കും. ഷോർട്ട് ഗൺ കിട്ടി. ഈയിടെ ഇവിടെയാണ് ട്രാപ്പ് ഇട്ടേക്കുന്നത്. ഹോൾഡ് ടു റിമൂവ്. ഇതൊക്കെ നമുക്ക് എന്ത് ഈ ഷോർട്ട് ഗൺ. എടാ ഇത് എന്താ ഈ സ്ലെൻഡറിനൊരു അന്തം കുന്തല്ലത് കേട്ടോ വരുന്നേ. നമുക്ക് മേളിലേക്കൊക്കെ ഒന്ന് കയറി പോവാം. ഗ്രാൻഡ് പേ അവിടെ വല്ലതും ഉണ്ടെങ്കിലോ. അവർ പോയി അവരിന് തന്നെ സ്പോൺ ആയിക്കോളും. ഇവിടെ മാച്ചസ് കിടപ്പുണ്ട്. തീപ്പെട്ടി. എന്താ ഇവർ ഈ റൂമൊക്കെ തുറന്നേക്കുന്നത്? ഇവിടെ എന്തുണ്ട്? ഇവിടെ ഒന്നുമില്ല. പ്ലാങ്ക് വെച്ചിട്ട് കുറേ കളികളുണ്ട്. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. എന്താ ഇവിടെ കാക്ക. നമുക്ക് ഇങ്ങോട്ടൊന്ന് ചാടാൻ കഴിച്ചില്ല. ഓക്കെ ഇവിടെ എത്തി. ഇനി നമുക്ക് ഈ ലിഫ്റ്റ് നമുക്ക് ഇങ്ങോട്ട് പോയാൽ കുഴപ്പമൊന്നുമില്ലായിരിക്കും അല്ലേ? അവിടെ ഇതെന്താ? ഡേ 3 ഇതെന്താ ഗൈസ്? ഡേ 3 ആയി. കുഴപ്പമില്ല. നമ്മൾ ഗ്രാൻഡ് പേനെ ഒരു വട്ടമല്ല നമ്മൾ ഷോർട്ട് ഗൺ എടുത്തല്ലോ. നമ്മൾ ഡേ 3 അല്ലേ ആയിട്ടുള്ളൂ. ഇനിയും 2 ദിവസം കിടക്കുന്നുണ്ട്. നമുക്ക് താഴെ വരെ ഒന്ന് പോയി നോക്കാം. ഇവിടെ നമ്മൾ ഇറങ്ങി വന്നില്ലായിരുന്നല്ലോ. ഇവിടെ ആക്സിലേറ്ററൊക്കെ കിടപ്പുണ്ട്. ടിക്കറ്റ് വേണമെങ്കിൽ കോയിൻ വേണമെങ്കിൽ എന്തൊക്കെ വേണം. ഇവിടെ ബെല്ലടിച്ച്. ഇവിടെ ഇതെന്ത് ഫ്യൂസ് ശബ്ദം ഉണ്ടാക്കില്ലേ? ഗ്രാൻഡ് പേ എന്ത് സ്ലെൻഡറിന. ഇത് മേ ബി ഐ ക്യാൻ ബ്രേക്ക് ദ ഗ്ലാസ്.
എന്തായാലും വെച്ചത് ബ്രേക്ക് ചെയ്യണം. എന്താ? ഓ ഗ്രാനി 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 പോകണ്ട്. അയ്യോ 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 അയ്യോ. സുഖമാണോന്നാണോ ചോദിക്കുന്നത്? എടാ ഞാൻ അങ്ങോട്ട് കയറാൻ ശ്രമിച്ചോളാ, പറ്റിയില്ല. ഞാൻ കയറാൻ നോക്കിയത് എനിക്ക് പറ്റിയില്ല. ഡേ 4 ഇനി ഒരേ ദിവസം കൂടെ ഉള്ളൂ. ഓ ഏതാ സ്ക്രീൻ കണ്ടോ? ഓ ആ കേസിൽ നമ്മളെപ്പോലെ ആരോ ഒന്ന് പെട്ടതാ. ഇവിടെ സിലിണ്ടർ ഇവിടെ ഇതൊന്നും മാറുന്ന. അയ്യോ അതേ ഗ്രാനി. സിലിണ്ടറിനെ പോയപ്പോൾ അതേ ഗ്രാനി. എന്തിനാ ഗ്രാനി അതൊക്കെ തുറന്നിട്ടെ? അടയ്ക്ക്. എടാ അടയ്ക്കാൻ പറ്റിയില്ല. അയ്യോ എടാ അടയ്ക്കാൻ പറ്റിയില്ല. ആ റൂം അടയ്ക്കാൻ പറ്റിയില്ല. അത് പരസ്യമാണ് കേട്ടോ. എടാ എനിക്ക് ആ റൂം അടയ്ക്കാൻ പറ്റില്ല. എടാ ഡേ 5 ആടാ. ഞാൻ എന്തൊക്കെയാണ് കാണിക്കുന്നേ? ഈ സ്ലെൻഡറിനെയും കൂടെ ആ സ്ക്രീനിലേക്ക് അങ്ങ് കയറി വരുമോ? ഞാൻ എന്നാ ചെയ്യാനാ? വെയിറ്റ് ചെയ്യാ. ആരാ കണ്ടേ? ഓ ഈ ഗ്രാനി എപ്പോഴും എൻ്റെ പുറകെയാണല്ലോ നടക്കുന്നേ. ഞാൻ മേളിലേക്ക് പോവാ. എന്താ അപ്പൂപ്പൻ അയ്യേ അപ്പൂപ്പൻ ചമ്മി പോയി. I see you. എടാ അയ്യോ എടാ ഞാൻ താഴ്ചടിയാ പെട്ടു. ആ എടാ ഗൈസ് ഇത് പണിഷ്മെൻ്റ് ആണ്. എനിക്ക് ഇവരെ തന്ന ഡേയ്സ് മൊത്തം ഞാൻ കളഞ്ഞതുകൊണ്ട് എനിക്ക് പണിഷ്മെൻ്റ് തരാണ്. എന്നെയും കൂടെ ട്രെയിനിൽ കൊണ്ടുപോവോ? അതാകുമ്പോൾ എനിക്കും പോകല്ലോ. വേണ്ട എന്നെയും കൂടെ കൊണ്ടുപോവാ. അപ്പൂപ്പാ. അപ്പൂപ്പൻ ഡാൻസ് കളിക്കുന്നു. ഗെയിം ഓവർ. ദ എൻഡ്. ഗൈസ് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാമല്ലോ. അടുത്ത വീഡിയോ കാണാം. അപ്പോൾ നമുക്ക് 1K സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താം. ഇനി നമുക്ക് വെറും 800 സംതിങ് സബ്സ്ക്രൈബേഴ്സ് ഇവിടെ മതി. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ട്. ഇനി നമുക്ക് 1K സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താം. ഇനി 792 സബ്സ്ക്രൈബേഴ്സ് ഇവിടെ മതി. എല്ലാവരും ചാടിക്കറി സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.